ഹലോ, നാളെ കറി വെക്കാനുള്ള മീനും ചീനിയൊക്കെ വാപ്പ വൈകുന്നേരം ആയപ്പം മേടിച്ചുകൊണ്ട് വന്നേ. അപ്പോൾ അത് കണ്ടപ്പോൾ തൊട്ട് എനിക്ക് വന്നത്തേക്ക് ഒരു കൊതി, ചീനി പുഴുങ്ങി കഴിച്ചാലോ എന്ന്. നല്ല മഴയുണ്ടായിരുന്നു കേട്ടോ. പിന്നെ വെറുതെ വീട്ടില്ല, ചീനി എടുത്ത് വെട്ടി വൃത്തിയാക്കി കഴുകി അത് നേരെ പുഴുങ്ങാനായിട്ട് അങ്ങ് വെച്ച് കേട്ടോ. പിന്നെ ചീനി പുഴുങ്ങുമ്പോൾ എന്തായാലും മുളക് അടച്ച വേണ്ടേ, അങ്ങനെ പിന്നെ മുളക് വെച്ചാനായിട്ട് പോയി. നല്ല കാന്താരി മുളകിൻ്റെ 5-6 തൈ ഇവിടെ നിൽപ്പുണ്ട് കേട്ടോ. അപ്പോൾ അതിൽ നിന്ന് കുറച്ച് മുളകൊക്കെ കിട്ടി കേട്ടോ. ആദ്യം നല്ലൊരു വലുത് നശിച്ച് പോകാറായ ഒരെണ്ണം ഉണ്ടായിരുന്നേ. അതിൽ നിന്ന് കുറച്ച് മുളക് വെച്ച്, പിന്നെ ഒരു കുഞ്ഞ് തൈയും ഉണ്ടായിരുന്നു, അതിൽ നിന്നും കുറച്ച് വെച്ച് കേട്ടോ. ഇതൊരു ടൈപ്പ് നമ്മളെ പച്ചമുളകല്ല, കുറച്ച് വണ്ണമൊക്കെ ഉള്ള ടൈപ്പ്. പിന്നെ കുറച്ച് കാന്താരി മുളകൊക്കെ കിട്ടി, അതൊക്കെ കൊണ്ടുവന്ന് ഉള്ളിയൊക്കെ പൊളിക്കാനായിട്ടായിരുന്നു. അനിയത്തി ആ ദൗത്യമാണ് ഏറ്റെടുത്ത്. എനിക്കാണെങ്കിൽ ഇത് ഇഷ്ടമേ അല്ല. പിന്നെ ഉള്ളിയൊക്കെ പൊളിച്ച് തീർന്നപ്പോഴത്തേക്കും നമ്മൾ ചീനി നല്ലപോലെ തിളയ്ക്കുന്നുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഉള്ളിയും 2 വെളുത്തുള്ളിയും ആവശ്യത്തിനുള്ള പച്ചമുളകും കുറച്ച് പുളിയും ഉപ്പൊക്കെ ഇട്ട് അതടിച്ച് മാറ്റി വെച്ച്, പിന്നെ അതിനകത്ത് കുറച്ച് പച്ച വെളിച്ചെണ്ണയൊക്കെ ഒഴിച്ച് നല്ലപോലെ മിക്സ് ചെയ്ത്. ഞങ്ങൾക്ക് ഇവിടെ എല്ലാവർക്കും ഇങ്ങനെ നല്ല രീതിയിൽ അരഞ്ഞിരിക്കുന്ന ടൈപ്പാട്ടോ ഇഷ്ടം ചമ്മന്തി. പിന്നെ ഒന്നും നോക്കിയില്ല, അപ്പം തന്നെ കഴിക്കാനും ഇങ്ങിരുന്നു കേട്ടോ. നല്ല ടേസ്റ്റായിരുന്നു കേട്ടോ. നല്ല ചീനിയൊക്കെ നല്ലപോലെ വെന്ത് മുളക് പൊടിച്ചൊക്കെ കൂടി നല്ല ചൂടും എരിയും കൂടി ആയപ്പോഴത്തേക്കും നല്ല സൂപ്പർ ടേസ്റ്റായിരുന്നു കേട്ടോ. കൂടെ കാപ്പിയും കൂടെ ആയപ്പം അടിപൊളി. അപ്പോൾ ഇന്നത്തെ കോട്ട കഴിഞ്ഞ് എല്ലാവരും എൻ്റെ വീഡിയോ കണ്ട് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ടാറ്റാ ബൈ ബൈ, സീ യു.